ഒരു രോഗിയെ നമ്മൾ കണ്ടു കഴിഞ്ഞാല്, ഒരു രോഗിയെ നമ്മുടെ ലോകസന്ദർശനത്തിന് വേണ്ടി നമ്മൾ പോയി കഴിഞ്ഞാല് അദ്ദേഹത്തിന് വേണ്ടി പ്രകാരം ദുആ ചെയ്യൽ സുന്നത്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, ലാ ബഅസഹു ഇൻഷാ അല്ലാഹ്. അല്ലാഹു എത്രയും പെട്ടെന്ന് അല്ലാഹു എത്രയും പെട്ടെന്ന് അങ്ങേക്ക് രോഗം ശിഫ തരട്ടെ എന്ന് അല്ലാഹു ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്യുന്നതാരാ? ലോകത്തിന്റെ നായകനാ ദുആ ചെയ്യുന്നത്. ഹബീബുല്ലാഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോ ആ ദുആക്ക് ആമീൻ പറയുകയല്ലേ ചെയ്യുന്നത്. മുസ്ലിമിന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത വേളയിൽ ആ വൃദ്ധനായ മനുഷ്യൻ പറയുകയാണ്, കല്ലാ ബൽ ഹുമ്മാ തഖൂൽ. ആ വൃദ്ധനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ, ആ വൃദ്ധനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഒരിക്കലുമില്ല റസൂലേ, അല്ല ഒരിക്കലുമില്ല ഹബീബേ, ബൽ ഹുമ്മാ തഖൂൽ. ഈ പനിയുണ്ടല്ലോ, എനിക്ക് ബാധിച്ചിരിക്കുന്ന ഈ രോഗമുണ്ടല്ലോ, ഈ രോഗം എന്നെ കബറിലേക്ക് കൊണ്ട് വെച്ചിട്ടല്ലാതെ ഈ രോഗം ശിഫയാകൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് നിങ്ങൾ പറയുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് നിങ്ങൾ നടന്നു നീങ്ങുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങുകയാണ്. അവിടെ നിന്ന് ചെവിയിലേക്ക് വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത എത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത സന്ദർഭത്തിൽ എത്രയും പെട്ടെന്ന് അല്ലാഹു ശിഫ തരട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ ആമീൻ, അല്ലാഹു എത്രയും പെട്ടെന്ന് എന്റെ രോഗം ശിഫ തരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രോഗം ശിഫയായനെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല